ഹൗ ടു സേവ് മണി. ഞാൻ ദുബായിൽ വന്നപ്പോൾ തൊട്ട് അന്നൊന്നും എൻ്റെ മൈൻഡിലുള്ള ഒരു കാര്യമാണ്. യുഎഇയിൽ 1 ഇയറിന് മേളിലായി വർക്ക് ചെയ്യുന്നു, ഇതുവരെ പൈസ ഒന്നും സേവ് ചെയ്യാൻ പറ്റിയിട്ടില്ല, പൈസ കയ്യിൽ നിൽക്കുന്നില്ല, എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് എന്നൊക്കെ എനിക്ക് DM വന്ന മെസ്സേജിന് റിപ്ലൈ ആയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഞാൻ എങ്ങനെയൊക്കെയാണ് പൈസ സേവ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ, മാക്സിമം ഗോൾഡ് വാങ്ങി നിങ്ങൾ സേവ് ചെയ്യുക. പൈസയായിട്ട് കയ്യിലിരുന്നാലാണ് നമുക്ക് കൂടുതൽ ചിലവായി പോകുള്ളൂ. ഇങ്ങനെയായാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ മിക്ക ഗേൾസും ഇങ്ങനെയൊക്കെയാണ് പൈസ സേവ് ചെയ്യുന്നത്. സാലറി വന്നിട്ട് ആദ്യം തന്നെ പോയി വാങ്ങണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു വീതം വീട്ടിലേക്ക് അയച്ച് പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞ് എമൗണ്ട് എങ്കിലും നിങ്ങളുടെ കൈ കിട്ടും. സോ 1 ഗ്രാമെങ്കിൽ 1 ഗ്രാം നിങ്ങൾക്ക് വേണ്ടി അത് നിങ്ങൾ വാങ്ങുക. ഇങ്ങനെ ഗോൾഡ് വാങ്ങി വെക്കുന്നതിൽ രണ്ട് ഗുണമുണ്ട്. ഒന്ന്, അതൊരു അസറ്റ് ആയിരിക്കും, കാരണം സ്വർണത്തിന്റെ മൂല്യം ഒരു പരിധിയിൽ കൂടുതൽ കുറയില്ല. രണ്ട്, പേഴ്സണലി നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം വന്നാൽ, എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് വേറൊരാളോട് പോയി പൈസ ചോദിക്കേണ്ടി വരില്ല. നമ്മളുടെ കയ്യിലുള്ളത് വെച്ച് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിലുള്ള ഗോൾഡ് ഒക്കെ ഇവിടെ ദുബായിൽ വന്നിട്ട് സാലറി കിട്ടിയതിൽ നിന്ന് ഓരോ ചെറിയ എമൗണ്ട് ഒക്കെ മാറ്റി വെച്ച് ഞാൻ വാങ്ങിച്ചതാണ്. അത് ഓരോന്നും ഒരൊറ്റ മാസത്തെ സാലറിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതല്ല. സോ നിങ്ങൾക്കും പറ്റും. നമ്മളൊക്കെ ബെഡ് സ്പേസിലും പാർട്ടീഷനിലും ഒക്കെ നിൽക്കുന്നവരാണ്. ഗോൾഡ് വാങ്ങി റൂമിൽ വെക്കുന്ന ഒട്ടും സേഫ് അല്ല. സോ ഗോൾഡിന്റെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ വാങ്ങി യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് 1 ഗ്രാം പോലും വാങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ, നിങ്ങൾ ഏതെങ്കിലും നല്ലൊരു ജ്വല്ലറി പോവാ, മന്ത്ലി ഒരു 100 ദിർഹംസോ 200 ദിർഹംസോ അടച്ച് ഇയർലി ഗോൾഡ് വാങ്ങാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പാക്കേജ് കാണും, അത് ചൂസ് ചെയ്യുക. ഇവിടെ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് 1 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ മാത്രം മിസ്റ്റേക്ക് ആണ്. നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യാൻ നിങ്ങൾ തന്നെ വിചാരിക്കണം. അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ. ബൈ ബൈ.